ജോസ് കെ മാണി നയിക്കുന്ന ഇടതുമുന്നണിയുടെ മധ്യമേഖലാ യാത്ര ഇന്നു മുതൽ. ജോസിന്റെ മുന്നണി മാറ്റൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ നടക്കുന്ന യാത്രയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. മുന്നണി മാറ്റ ചർച്ചകളിലൂടെ മങ്ങലേറ്റ കേരള കോൺഗ്രസ് എമ്മിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുക കൂടിയാണ് യാത്രയിലൂടെ ജോസ് കെ മാണിയുടെ ലക്ഷ്യം. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഈ പറയുന്ന പോലെ തന്നെയാണ് ജോസ് കെ മാണി മുന്നണി മാറാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ജാഥയുടെ ക്യാപ്റ്റനാകാനില്ല എന്ന് പറഞ്ഞിരുന്നു. മറ്റു ചില ആൾക്കാർ ജാഥ നയിക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന പശ്ചാത്തലമൊക്കെ ഒരുക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ ചില ആഘാതങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ മുന്നണി മാറ്റ ചർച്ചകൾ വഴിമുട്ടുന്നു. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. ഒരുപക്ഷെ പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഒരുങ്ങി വരുന്ന പശ്ചാത്തലമൊക്കെ വന്നിരുന്നു. അവിടെയാണ് അണികളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, തങ്ങൾ ഇടതുമുന്നണിയുടെ കൂടെയാണെന്ന് പറയുക, വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസ്യതയോടെ ജനത്തെ സമീപിക്കുക. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ അണികളെ വിശ്വാസത്തിലെടുക്കുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ അത് കേവലം കേരള കോൺഗ്രസ് എം അണികളെയല്ല, തങ്ങൾ LDF-നൊപ്പം ഉണ്ട് എന്ന് അവരോട് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഏതാണ്ട് മധ്യ കേരളത്തിലെ 5ഓളം സീറ്റുകളിലാണ് ജോസ് കെ മാണി വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇടതുമുന്നണി പ്രവർത്തകരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ മുന്നണി വിടാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നതാണ്. റോഷിയാണ് പിടിച്ചു നിർത്തിയത് എന്നതടക്കം, അതുകൊണ്ട് റോഷിയെ ജയിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. അവിടെയാണ് ജോസ് കെ മാണി ഉൾപ്പെടെ ഇനി ഏതാണ്ട് ആഴ്ചകൾക്കപ്പുറം നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു ജാഥ ക്യാപ്റ്റനായി എത്തുന്നതാണെന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടാകില്ല. ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഉണ്ടായേക്കില്ല, മാറ്റം വരുമെന്ന് പറഞ്ഞു. പിന്നീട് അന്ന് ചേർന്ന യോഗത്തിന് ശേഷം ഇടതുമുന്നണി വിടില്ല എന്നൊക്കെ പറഞ്ഞ ആ യോഗത്തിലാണ് ജോസ് കെ മാണി ഞാൻ ഉണ്ടാകും, ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം പാർലമെന്റിൽ വന്നാൽ അങ്ങോട്ട് പോകും, മറ്റുള്ളവരുണ്ടല്ലോ. KK ശൈലജ ടീച്ചറാണ് ജാഥയിലെ മറ്റ് CPM-ന്റെ ഏറ്റവും പ്രമുഖ മുഖമായി വരുന്നത്. അപ്പോൾ അവരൊക്കെ നയിച്ചോളൂ എന്നാണ് അന്ന് പരസ്യമായി പറഞ്ഞത്. ഇന്ന് രാവിലെ എന്തായാലും ജോസ് കെ മാണി പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ്. താൻ പൂർണ്ണ സമയം ജാഥയിൽ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി പാലയിൽ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പാർലമെന്റിൽ അങ്ങനെ പ്രവർത്തിക്കാൻ, സംസാരിക്കാൻ അധികം സമയമൊന്നും ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് താൻ ജാഥയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്ന് ജോസ് കെ മാണി പറയുകയാണ്. അത്രത്തോളം അത് ജോസ് കെ മാണിയുടെ ആവശ്യം കൂടിയാണ്. ഇപ്പോൾ പാർലമെന്റിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുക എന്നൊക്കെയുള്ളത് പ്രാധാന്യം കൂടുതലാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ അണികളെ ഓരോ ഇടത്തും പോയി അണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംശയത്തോടെ നിൽക്കുന്ന ഇടതുമുന്നണി അണികളെ ഒരുപക്ഷെ ഇനിയും പ്രചരണങ്ങൾ ഉണ്ടായേക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണി പോകുമോ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രചരണം ഉണ്ടായേക്കാം. അങ്ങനെ ഒരു വിശ്വാസ്യത പ്രശ്നം അവിടെ ഉയർന്നു വന്നു എന്നുള്ളത് ജോസ് കെ മാണിക്ക് വ്യക്തിപരമായി മാത്രമല്ല, ആ പാർട്ടിക്കും ആ മുന്നണിയിൽ ആ പാർട്ടിയിലെ MLA-മാരായി നിൽക്കുന്ന നേതാക്കൾക്കുമൊക്കെ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന കടുത്ത വെല്ലുവിളി ശരിയല്ല. ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ച് പോകാൻ ശ്രമിച്ച ഒരാൾക്ക് വോട്ട് ചെയ്യണോ എന്ന് ഏതെങ്കിലുമൊക്കെ ഇടതുമുന്നണി പ്രവർത്തകർ ചിന്തിച്ചാൽ, അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അത് കനത്ത തിരിച്ചടിക്ക് കാരണമാകും. അവിടെയാണ് അവരെ കൂടി മനസ്സിനോടൊപ്പം ചേർത്ത് നിൽക്കുക എന്ന ലക്ഷ്യവുമായി സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ജാഥ എന്നതിനപ്പുറത്തേക്ക് മധ്യമേഖലാ ജാഥയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. എന്തായാലും ഒരു ഇടതുമുന്നണി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.